മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൂട്ടുപുഴയിലാണ്. ഇന്നിവിടെ വിജയോത്സവം നടക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണെന്നല്ലേ, കിളിയന്തറ സെൻറ് തോമസ് ഹൈസ്കൂളിലെ മിന്നും പ്രകടനം കാഴ്ചവെച്ച, സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലൊക്കെ ശാസ്ത്രമേളയിലൊക്കെ മിന്നും പ്രകടനം കാഴ്ചവെച്ച വിജയികൾക്ക് അനുമോദന റാലിയും അതോടൊപ്പം തന്നെ അവരെ ആദരിക്കുന്ന ചടങ്ങും നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവരെ കൊണ്ടുപോകാനുള്ള ഒരു അടിപൊളി ഗംഭീരമായിട്ട് അലങ്കരിച്ച ജീപ്പിലാണ് ഇപ്പോൾ ട്രൂ മീഡിയ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈവറൊക്കെ ഉണ്ട്. പേരൊന്ന് ചോദിക്കാം, എന്താ പേര്? ജോബിഷ്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള റാലിയാണ്. അതെ അതെ. അപ്പോൾ ഗംഭീരമായിട്ടുള്ള റാലിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ റാലിയൊക്കെ ഒന്ന് കാണാം. അത് കഴിഞ്ഞ് അവരുടെ ആദരവ് ചടങ്ങൊക്കെ ഒന്ന് നമുക്ക് കാണാം.
അനുമോദന റാലി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഉദ്ഘാടകനായ മാനേജർ അച്ഛൻ ഇപ്പോൾ ട്രൂ മീഡിയ കേരളയോടൊപ്പം ചേരുന്നുണ്ട്. അച്ഛാ, വളരെ സന്തോഷത്തിലാണ് നമ്മുടെ കിളിയന്തറ സെന്റ് തോമസ് ഹൈസ്കൂളിലുള്ളത്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ ഹൈസ്കൂളിൽ വലിയ മികച്ച വിജയമാണ് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ 2025-26 വർഷത്തിൽ വലിയ കഴിവുകളുള്ള കുട്ടികളല്ലെങ്കിൽ പോലും ഞങ്ങളുടെ അധ്യാപകരുടെ, പ്രത്യേകിച്ചും റോബിൻ സാറിൻ്റെ വലിയ അധ്വാന ഫലമായിട്ടാണ് ഈ മക്കളെ കണ്ടെത്താനും കലാ കായിക ശാസ്ത്രമേളകളിൽ ഉന്നത വിജയം നേടാനായിട്ട് സാധിച്ചത്. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഞങ്ങളുടെ മക്കളെയൊക്കെ വാർത്തെടുത്തുകൊണ്ട് വരുന്ന വലിയൊരു മഹാനായിട്ടുള്ള അധ്യാപകനാണ് റോബിൻ സാറ്. അദ്ദേഹത്തോടൊപ്പം ഞങ്ങളുടെ PTA-യും അധ്യാപദാനം ചെയ്തപ്പോഴത്തേക്കും വളരെ മികച്ച വിജയം ഞങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, താങ്ക് യു അച്ഛാ. അപ്പോൾ നമ്മുടെ ശാസ്താംപടവിൽ അച്ഛൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അച്ഛാ, നമ്മുടെ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷത്തിലാണ് കിളിയന്തറ സെന്റ് തോമസ് ഹൈസ്കൂളുള്ളത്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? കിളിയന്തറ സെന്റ് തോമസ് ഹൈസ്കൂൾ ഒത്തിരിയേറെ പാരമ്പര്യമുള്ള സ്കൂളാണ്. ഇപ്രാവശ്യം കുട്ടികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ ഒരു കായികാധ്യാപകൻ്റെ ഷോർട്ടേജ് അവിടെ വന്നിരുന്നു. പക്ഷേ ആ ഒരു ഷോർട്ടേജ് ഇവിടെ തുടർന്നുള്ള പ്രവണത്തിലൊന്നും പ്രകടമാവാതെ നിലവിലുള്ള അധ്യാപകരെല്ലാവരും ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചു. ഇപ്പോൾ കല, കായികം, ശാസ്ത്രമേള എന്നീ 3 തലങ്ങൾ മാത്രമല്ല, വടംവലി തുടങ്ങിയ എല്ലാ ഐറ്റംസും അവർ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം ഒരു നല്ല വിജയം കൊയ്യാനും സാധിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലെ ആളുകൾക്ക് നല്ല കൈക്കരുത്തുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ കൈക്കരുത്തിനോട് കൂടെ ഇവരുടെ മനക്കരുത്തും കൂടെ ചേർന്ന് അവർ സംഘമായി പ്രവർത്തിച്ചപ്പോൾ നല്ല വിജയം കൈവരിച്ചു. സ്കൂളിലെ പ്രധാനാധ്യാപകർക്കും അതുപോലെ തന്നെ ചേർന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നമ്മുടെ കിളിയന്തറ സ്കൂളിന്റെ ചൈത്രയാത്ര വളരെ ഭംഗിയായി മുന്നോട്ട് പോട്ടെ എല്ലാ മേഖലകളിലും. സാർ, ഒരു 2 വാക്ക്. പ്രിയമുള്ളവരെ, കിളിയന്തറ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സുവർണ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു ഈ അക്കാഡമിക് ഇയർ. എൻ്റെ പുറകിൽ കാണുന്ന ഈ ട്രോഫികളേന്തി റിബണുകൾ ധരിച്ചു നിൽക്കുന്ന കുട്ടികളെ എല്ലാ ഇനങ്ങളിലും തന്നെ പങ്കെടുത്തുകൊണ്ട് സ്കൂളിൻ്റെ പേരും പെരുമയും വാനോളം ഉയർത്തുവാൻ വേണ്ടി ഈ വർഷം പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. തുടർന്നും ഈ കുട്ടികളുടെ നേതൃത്വത്തിൽ നമുക്ക് ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നേരത്തെ മാനേജർമാർ സൂചിപ്പിച്ചതുപോലെ കായികാധ്യാപകൻ ഇല്ല എങ്കിലും ആ കുറവുകൾ നികത്തിക്കൊണ്ട് റോബിൻ സാറും ജോജി സാറും മറ്റ് ശ്രീജ ടീച്ചർ പോലുള്ള അധ്യാപകർ വളരെ കഠിനമായ പരിശീലനം നൽകിയതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ കാണുന്ന ട്രോഫികളും മെഡലുകളും ഒക്കെ. എല്ലാവർക്കും സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റിനും രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ട PTA ഭാരവാഹികൾക്കും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുവാനായി ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. പ്രിൻസിപ്പൽ സാർ, എന്താണ് പറയാനുള്ളത്? അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഹൈസ്കൂൾ ഭാഗത്തിലുള്ള അധ്യാപകരുടെ കഠിന പ്രയത്നം, കുട്ടികളുടെ വളരെ വലിയ ഹാർഡ് വർക്ക്, ഇതൊക്കെയാണ് ഈ വിജയത്തിന് പിന്നിൽ. ഹയർ സെക്കൻഡറി വിഭാഗത്തിനുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നു. ഇടവക കോർഡിനേറ്റർ അല്ലേ, എന്താണ് പറയാനുള്ളത്? ഈ പരിപാടി ഇതുപോലെ വിജയിപ്പിച്ച, ഇങ്ങനെ സംഘടിപ്പിച്ചതിൻ്റെ സ്കൂൾ ഹെഡ്മാസ്റ്റർക്കും ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റിനും കുട്ടികൾക്കും എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ മക്കളെയൊക്കെ ഒരുപാട് പരിശീലനമൊക്കെ നൽകി വാർത്തെടുത്ത ഒരു സാറാണ്. അപ്പോൾ സാർ റോബിൻ സാറാണ്. സാറേ, അപ്പോൾ സാറിൻ്റെ ഏറ്റവും വലിയ പ്രയത്നത്തിനുള്ള ഒരു സന്തോഷമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു നിമിഷത്തിൽ ട്രൂ മീഡിയയോട് എന്താണ് പറയാനുള്ളത്? വലിയൊരു സന്തോഷമാണ്. നമ്മളെ ഇരട്ടി ഉപജില്ല നോക്കുമ്പോൾ ഏറ്റവും ചെറിയൊരു വിദ്യാലയം, കേവലം 190 പിള്ളേർ മാത്രം പഠിക്കുന്ന ഒരു ഹൈസ്കൂള്, അതിൽ ഏതാണ്ട് 140ഓളം കുട്ടികളെ സംസ്ഥാന ജില്ലാ പ്രതിഭകളാക്കാൻ കഴിയുക, അത് ഒരു അധ്യാപനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. അത് കായിക മേഖലകളിലായിക്കോട്ടെ, ശാസ്ത്ര മേഖലകളായിക്കോട്ടെ, കലാമേഖലകളിലായിക്കോട്ടെ, അക്കാദമിക് മേഖലകളായിക്കോട്ടെ, എല്ലാ മേഖലകളിലും കുട്ടികളെ അവരവരുടെ കഴിവിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിയത്. ഈ വർഷം കായിക മേഖലകളിൽ ഹോക്കി, കബഡി, അതേപോലെ തന്നെ ടഗ് ഓഫ് വാർ എന്നറിയപ്പെടുന്ന വടംവലി, തായ്ക്കൊണ്ടോ തുടങ്ങിയ മത്സരങ്ങളിൽ ധാരാളം സംസ്ഥാന പദവികൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. കലോത്സവങ്ങളിലായിക്കോട്ടെ 5 പ്രധാന ഇനങ്ങളിൽ ജില്ലയിലേക്ക് കുട്ടികൾക്ക് മത്സരിക്കാനുള്ള യോഗ്യത നേടുകയും അവിടെ A ഗ്രേഡ് നേടുകയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്രമേളകളിലും വിവിധ ഇനങ്ങളിൽ സാമൂഹ്യ ശാസ്ത്രമേളയിൽ 3rd റണ്ണറപ്പ് നേടാൻ സാധിച്ചു. അതേപോലെ തന്നെ UP മാത്തമാറ്റിക്സ് മേളകളിൽ റണ്ണറപ്പ് ആകാനും സ്കൂളിന് സാധിച്ചു. ഒരു ചെറിയ സ്കൂളിനെ സംബന്ധിച്ച് ഇത്രയധികം നേട്ടം എന്നുള്ളത് വലിയ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ആ നേട്ടം ഇനിയുള്ള വർഷങ്ങളിലും
വൻ വിജയങ്ങളായി മാറട്ടെ എന്ന് ട്രൂ മീഡിയ ആശംസിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ കായികത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച കുട്ടികളുടെ ഒന്ന് ചോദിച്ചു നോക്കാം, അവരുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. എന്താ മോളെ പേര്? സാനിയ സന്തോഷ്. സാനിയ സന്തോഷ്. ഏത് ഐറ്റത്തിലൊക്കെ മോള് പങ്കെടുത്തിരുന്നത്? ഞാൻ വടംവലിക്ക് ഉണ്ടായിരുന്നേ സ്റ്റേറ്റില്. എങ്ങനെയുണ്ടായിരുന്നു പരിശീലനമൊക്കെ? പരിശീലനം കുഴപ്പമില്ലായിരുന്നു. ജയിച്ചു കഴിഞ്ഞപ്പോ ഒത്തിരി സന്തോഷമായി. നമ്മൾ കുറെ കഷ്ടപ്പെട്ടെങ്കിലും ഒരു ഫസ്റ്റ് കിട്ടിയപ്പം ആ കഷ്ടപ്പാടിന്റെ എല്ലാം ഒരു വില കിട്ടിയതുപോലെ ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പൊ ഇന്ന് വിജയികളൊക്കെ അനുമോദിച്ചുകൊണ്ടുള്ള ഒരു അനുമോദന റാലിയും ആദരവൊക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ എന്താ തോന്നുന്നത്? ഈ നിമിഷത്തിൽ ഒത്തിരി സന്തോഷം തോന്നുന്നു. നമ്മുടെ ഒരു സ്വന്തം നാട്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഓർത്തിട്ട് അപ്പൊ ഒത്തിരി സന്തോഷം തോന്നുന്നു. എൻ്റെ അമ്മയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്കെല്ലാം ഒത്തിരി സന്തോഷമായി. പിന്നെ എൻ്റെ അയൽവക്കത്തെ ചേട്ടന്മാരെല്ലാം ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കെല്ലാം ഒത്തിരി സന്തോഷമായി. ഞാനിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ട്രോഫിയും പിടിച്ച് പിന്നെ ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു അഭിമാനം തോന്നുന്നു. അപ്പോ മക്കളൊക്കെ വളരെ സന്തോഷത്തിലാണുള്ളത്. ഇപ്പൊ ഒരു മോൻ ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ മോന്റെ പേര്? ആദിത്യൻ. ആദിത്യൻ. ഏതൊക്കെ ഐറ്റത്തിലാണ് മോനെ പങ്കെടുത്തത്? ഞാൻ ബാമ്പു പ്രോഡക്റ്റ് ശാസ്ത്രോത്സവത്തിന്റെ ബാമ്പു പ്രോഡക്റ്റ്, പിന്നെ വടംവലി സൈക്ക് ഓഫർ. വടംവലിയിൽ ഏതാ കിട്ടിയത്? വടംവലിയില് വെള്ളി. വെള്ളിയുണ്ട്. ബാമ്പുനോ? ബാമ്പുവില് തേർഡ്. എങ്ങനെയുണ്ട് നമ്മുടെ അധ്യാപകരുടെ ഒക്കെ ഒരു സപ്പോർട്ട്? നല്ല സപ്പോർട്ടാണ്. ഭയങ്കര എല്ലാവരും ഭയങ്കര നമ്മളെല്ലാവരും ഒരുപോലെ കണ്ട് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രമേളയിലും അതുപോലെ തന്നെ കായിക തരത്തിലൊക്കെ നമ്മൾ മക്കളെ കണ്ടു. ഒരുപാട് മക്കളുണ്ട്. അതിൽ ഓരോരുത്തരും നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ കലാമേളയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച മോളാണ് ഇപ്പോൾ ട്രൂ മീഡിയ കേരളയോടൊപ്പം ഉള്ളത്. മോൾ എന്താ പേര്? ഹൃതിക. എത്ര ക്ലാസ്സിലാണ്? 10th. ഏതൊക്കെ ഐറ്റത്തിലാണ് മോൾ പങ്കെടുത്തത്? ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി 3. നല്ല റിസൾട്ട് ആയിരുന്നു. ഭരതനാട്യം ഫസ്റ്റ്, ബാക്കി 2 ഭരതനാട്യം ഫസ്റ്റ്, ബാക്കി 2 ഏകരേട്ടം. ജില്ലാ തലത്തിലൊക്കെ പങ്കെടുത്തു. ജില്ലയിലെ സെക്കൻഡ്. ശരി, പോകുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? എല്ലാവരും സപ്പോർട്ട്, സ്കൂളും പാരന്റ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ ഗംഭീരമാകട്ടെ. മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷത്തിലാണ് നമ്മുടെ കിളിയന്തറ സെന്റ് തോമസ് ഹൈസ്കൂൾ ഉള്ളത്. അപ്പോൾ അതിന്റെ സന്തോഷവും അതോടൊപ്പം തന്നെ വിജയികളായ കുട്ടികളെ അനുമോദിച്ചുകൊണ്ടുള്ള റാലിയും ആദരവും ഒക്കെ നമ്മൾ കണ്ടു. വരുന്ന വർഷങ്ങളിലും മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ കിളിയന്തറ ഹൈസ്കൂളിന്, സെന്റ് തോമസ് ഹൈസ്കൂളിന് സാധിക്കട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ്. ഡോളമി മുണ്ടാരിനോടൊപ്പം ശ്രീവേഷ്കർ, ട്രൂ മീഡിയ കേരള.